ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ, നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തേണമേ, എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ, നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തേണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ, പാപിയാമെന്നെ നീ കാക്കണമേ. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ, പാപിയാമെന്നെ നീ കാക്കണമേ. അറിഞ്ഞും അറിയാതെയും തെറ്റു ചെയ്തു പോയി എന്നകൃത്യങ്ങളോർത്തു ഞാൻ അനുതപിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം കാലേബിന്റെ ഹൃദയം. തുടർന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്നും ചിന്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തരുന്ന ആ സ്വർഗീയ മന്ന നമുക്ക് ഭക്ഷിക്കാം. സംഖ്യാപുസ്തകം 14 അധ്യായം 24 വാക്യം. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 24. But my servant Caleb, because he has a different spirit and has followed me fully, I will bring into the land into which he went, and his descendants shall possess it. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാനുമേ കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദ ഹാർട്ട് ഓഫ് കാലേബ്, കാലേബിന്റെ ഹൃദയം. കാലേബിന്റെ 2 ഗുണങ്ങളെക്കുറിച്ചാണ് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട്, കാലേബ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവം പുലർത്തി. എല്ലാവരും ദുർവർത്തമാനം പറഞ്ഞപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു. അതാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. എഫെസ്യർ ലേഖനം 4 അധ്യായത്തിൽ പറയുന്നു, കേൾവിക്കാർക്ക്
ആത്മീയ വർധനവിന് ഉതകുന്നതല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കാലേബ് തൻ്റെ മുൻപിലുള്ള ജനത്തിനെ തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യാശയോടെ ആ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞു, ജനത്തിനെ ശക്തീകരിക്കുന്ന വാക്കുകൾ പറഞ്ഞു. അത് ദൈവത്തിന് വളരെ ഇഷ്ടമായി. കാലേബ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം പുലർത്തി. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വഭാവം പുലർത്തണം. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. സ്പെഷ്യലി ചോസൺ വൺ, തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വർഗമാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ജീവിക്കേണ്ടവരാണ്. സ്തോത്രം. നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. മറ്റുള്ളവർ നമ്മുടെ ജീവിതമാണ് വായിക്കുന്നത്. നാം എഴുതുന്ന സുവിശേഷമാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം. നമ്മുടെ ജീവിത സാക്ഷ്യമാണ്. അത് മറ്റുള്ളവർ വായിക്കുന്നത് സത്യസന്ധമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിട്ടൺ റൈറ്റ്ലി ബിക്കോസ് സംവൺ വിൽ റീഡ് ഇറ്റ്. മറ്റുള്ളവർ വായിക്കുന്ന ഒരു സുവിശേഷമായിരിക്കണം. അതായിരുന്നു കാലേബ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ മാത്രമേ പ്രത്യാശ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാക്കുകൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും പ്രശ്നങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും നോക്കിയപ്പോൾ കാലേബും ജോഷുവയും നമ്മുടെ ഉള്ളിൽ ഉള്ളവൻ സകല പ്രശ്നങ്ങളിലും വലിയവൻ എന്ന് പരിപൂർണമായി വിശ്വസിച്ചു. പലപ്പോഴും മനുഷ്യന്റെ മനസ്സുമടുത്ത് പോകുന്നത് പൊങ്ങി വരുന്ന പ്രശ്നങ്ങളിലേക്ക് നോക്കും, വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നോക്കും. നോക്കിയാൽ ഉള്ള പ്രത്യാശയോട് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ മുൻപിൽ നിൽക്കുന്ന പ്രശ്നത്തിനേക്കാൾ വലിയവനാണ് ഉള്ളിലിരിക്കുന്നവൻ എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിച്ചാൽ മുൻപിലേത് മതിൽ വന്നാലും അതിനെ ചാടിക്കടക്കാനുള്ള അഭിഷേകം ദൈവം തന്നിരിക്കും. രണ്ടാമതായിട്ട് കാലേബിനെ കുറിച്ച് ദൈവത്തിന്റെ അഭിപ്രായം, ദൈവത്തെ പരിപൂർണമായി അനുസരിച്ചു. കാനാൻ നാട് സ്വന്തമാക്കി തരും എന്നത് ദൈവകൽപ്പനയായിരുന്നു. ദൈവത്തെ പരിപൂർണമായി അനുസരിച്ചാൽ അനുഗ്രഹം. കാലേബ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വേറെ സെക്കൻഡ് തോട്ട്സിന് കാലേബ് നിന്നില്ല. പറഞ്ഞതുപോലെ അനുസരിച്ചു. ദൈവകൽപ്പന അതേപോലെ അനുസരിച്ചു. സ്തോത്രം. കാനാൻ നാട് സ്വന്തമാക്കി തരും എന്നത് ദൈവകൽപ്പനയായിരുന്നു. ഇന്നും ആ വാഗ്ദത്തം മാറിപ്പോയിട്ടില്ല. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. ദൈവം തന്നിരിക്കുന്ന ആ ഒരു അധികാരം ഇന്നും ദൈവം എടുത്തു കളഞ്ഞിട്ടില്ല. വിശ്വസിക്കണം, പ്രത്യാശിക്കണം. കാനാൻ ദേശം സ്വന്തമാക്കി തരുമെന്നുള്ളത് കാലേബ് വിശ്വസിച്ചു. ആ കൽപ്പന അനുസരിച്ച് കാനാൻ നാട് സ്വന്തമാക്കുവാൻ കാലേബ് തീരുമാനിച്ചു. കലപ്പൈ കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിന് യോഗ്യരല്ല. ദൈവത്തിന്റെ വചനം സത്യമാണെന്നും സ്നാനം സത്യമാണെന്നും വിശ്വസിച്ച് സ്നാനം പെടണമെന്നും പരിശുദ്ധാത്മാവ് ബോധ്യമുള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചാൽ കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ആയിരിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്നൊക്കെ ഒറ്റപ്പെടുത്തുമെന്നുള്ള മനുഷ്യഭവ്യമാകുന്ന കെണിയിൽ വീണു പോകാതെ വാഗ്ദത്ത ദേശം അക്കരെ പോകണ്ടേ, ഇവിടെ കറങ്ങിയത് പോരല്ല. വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു നിത്യതയുണ്ട്, ഒരു നിത്യരാജ്യമുണ്ട്, നിത്യജീവനുണ്ട്. അതിലേക്ക് പ്രത്യാശയോടെ നടന്നെടുക്കാം. ആ കാനാൻ ദേശം സ്വന്തമാക്കാൻ കാലേബ് തീരുമാനിച്ചു. അതേപോലുള്ള ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അതനുസരിച്ച് പ്രവർത്തിച്ചു. തീരുമാനിച്ചാൽ പോരാ, പ്രവർത്തിക്കണം. വിശ്വാസം നിർജീവമാണ് എപ്പോൾ പ്രവൃത്തിയില്ലാത്തത്. സോഷ്യൽ വർക്കിന്റെ കാര്യമില്ല. ദൈവത്തിന്റെ വചനത്തിൽ എന്തു പറയുന്നു അതനുസരിച്ചാൽ അനുഗ്രഹമാണ്. സ്തോത്രം. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു തീരുമാനം തന്നാൽ ആ തീരുമാനത്തിൽ ഉറച്ച് പ്രവർത്തിക്കണം, പുറകോട്ട് പോകരുത്. അങ്ങനെ കാലേബ് ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വസിച്ചത് പ്രവർത്തിച്ചു. അതിന്റെ ഫലമോ കാലേബ് ദൈവത്തിന്റെ ദാസനും ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവനുമായി മാറി. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം അവൻ കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ആ വചനം കാണുമ്പോൾ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് പോലും. സ്തോത്രം. ആരെയും വേറെ രീതിയിൽ കാണരുത്. അപ്പൻ ഒന്നേ ഉള്ളു, നമ്മളെല്ലാം ആ അപ്പന്റെ മക്കളാ. എന്നാൽ ചിലർക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന ഒരു വല്ലാത്തൊരു കണ്ണുള്ള വ്യക്തികളുണ്ട്. സഹോദര, നീ നിനക്ക് നിന്റെ കയ്യിലിരിക്കുന്ന ആ കണ്ണുകൊണ്ട് നീ നോക്കല്ലേ. ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു പുതിയ മനുഷ്യൻ നിന്റെ ഉള്ളിലുണ്ട്. ആ മനുഷ്യനെ കൊന്നുകളയരുത്. കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നതനുസരിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ മക്കളും ദാസനുമായി ജീവിക്കുവാൻ ഉള്ള ശക്തി പകരുന്ന ദൈവാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. അതിനാൽ വാഗ്ദത്ത നാട് സ്വന്തമാക്കുവാൻ കാലേബിന് കഴിഞ്ഞു, യോശുവയ്ക്കും കഴിഞ്ഞു. അതുമാത്രമല്ല,
ജീവിത അവസാനം വരെ ആത്മീയ കാര്യത്തിൽ പ്രത്യാശയോടെ ജീവിച്ചു. ഹല്ലേലൂയ. ആത്മനിറവുണ്ടെങ്കിൽ അന്ത്യം വരെ ഓടാനുള്ള ശക്തി, ഡബിൾ പോർഷൻ, ഡബിൾ ഇരട്ടിപ്പങ്ക് അഭിഷേകം ദൈവം തന്നിരിക്കും. കാലേബിന്റെ വാക്കുകൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് പ്രചോദനം നൽകും. ദൈവമക്കൾ പ്രതിസന്ധികളെ നോക്കി ദൈവത്തിനെതിരെ പിറുപിറുക്കേണ്ടവരല്ല. എല്ലാം നശിച്ചു എന്ന് പറഞ്ഞ് പിന്മാറിപ്പോവേണ്ടവരുമല്ല. നമ്മുടെ വാഗ്ദത്ത നാടായ സ്വർഗം സ്വന്തമാക്കുവാൻ പ്രത്യാശയോടെ പോരാടേണ്ടവരാണ്. ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവാത്മാവിനാൽ ശക്തി നേടി സാത്താനെതിരെ സധൈര്യം പോരാടി ജീവകിരീടം പ്രാപിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ എത്ര കഠിനമായ ശോധനയിലും പറയുക, എന്റെ ഉള്ളിലുള്ളവൻ മറ്റുള്ളവരിലുള്ളവനേക്കാൾ വലിയവൻ എന്ന്. 2 തിമോത്തി 1-ാം വാക്യത്തിൽ പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. കാലേബിന്റെ ഹൃദയം പോലുള്ളൊരു ഹൃദയം. ഹല്ലേലൂയ. ഹാർട്ട് ഓഫ് കാലേബ്. അതുകൊണ്ട് ദൈവം അവനെ നോക്കി പറയാണ്, മറ്റൊരു സ്വഭാവമുള്ളവൻ, വേറൊരു സ്വഭാവമുള്ളവൻ. അതെ, കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിച്ച മക്കൾക്ക് വേറൊരു സ്വഭാവമാണ്. ആ സ്വഭാവം, സ്തോത്രം, ദൈവം മകനും മകളുമാണെന്നുള്ള സ്വഭാവം. ഭീരുക്കളാകരുത്, ധൈര്യശാലികളായിരിക്കണം. മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വലിക്കരുത്. ഹല്ലേലൂയ. ക്രിസ്റ്റോസെൻട്രിക് ആയിട്ട്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ യാത്ര നമുക്കുണ്ടാകട്ടെ. ഈ പ്രത്യാശ വചനങ്ങളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്നേഹവാനായ പിതാവ്, ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കാലേബിനെ പോലെ മറ്റൊരു സ്വഭാവമുള്ള മക്കളായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഹല്ലേലൂയ. കാലേബ് വാഗ്ദത്ത നാട്ടിൽ എത്തിയതുപോലെ ഞങ്ങൾക്കും അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യ സമാധാനത്തിൻ്റെ ദേശത്ത് എത്തിച്ചേരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ മുൻപിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് ഓടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് മറ്റാരെയും നോക്കാനില്ല. അങ്ങയിൽ നോക്കി പ്രകാശിതരായി മുഖം ലജ്ജിച്ചു പോകാതെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബ ജീവിതത്തിനായി സ്തോത്രം, കുടുംബത്തിനായി നന്ദി പറയുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടായ്മകൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അവിടുന്ന് തരുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ചെറുകും കീഴിൽ മറയ്ക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആദികളെല്ലാമേ അകറ്റണമേ, അരൂപിയാലെന്നെ നീ നിറയ്ക്കണമേ. ആദികളെല്ലാം നീ അകറ്റണമേ, അരൂപിയാലെന്നെ നീ നിറയ്ക്കണമേ. അവിടുന്നെൻ്റെ എല്ലാം അറിയുന്നല്ലോ, എന്നപരാധം മറന്നെന്നെ അനുഗ്രഹിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിൻ
നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തണമേ. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല.